ഓക്കെ, അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ നീ മിനിമോളുടെ റൂമിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ, പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്മ കണ്ടുപിടിക്കുന്നില്ല. അതല്ല, ഇന്നെ കാണാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ വന്നതാണേന്നേ. അപ്പൊ അമ്മ കൂടുതൽ അവയർനെസ് ആവും. ഇനിയിപ്പോ അമ്മയുടെ കയ്യിലാണ് നിന്നെ ആടുന്നുണ്ടെങ്കിൽ അമ്മ അതിന് വേറെ ഒരിക്കലും മാറ്റും. നീ അതിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നീ പൂർണ്ണമായിട്ട് അതിന് വിട്ടു പോയി അറിഞ്ഞാൽ മാത്രമേ അമ്മേന്റെ കയ്യിൽ അത് കിട്ടുള്ളൂ. അത് ഞാൻ പ്ലാനിങ്ങിൽ പറഞ്ഞതല്ലേ. ശരിയാണല്ലേ. ഞങ്ങളാണെങ്കിൽ പോലും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട കട്ടിലടി പോയിക്കോണം. ഓക്കെ. ആ മിനിമോളെ, ഇവളെ എങ്ങനെ നിനക്ക് കിട്ടി? എന്താ അമ്മേ എന്തായി പറയുന്നത്? ഇവളെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നോ? അതല്ല, ഇന്നലെ ഇവളെ ഞാൻ അമ്മ ഇന്നലെ ഇവളെ ആ നേരത്തെ പുറത്തിറക്കിയല്ലേ. ആ രാത്രി ഇരുട്ടത്തിൽ ഈ കുട്ടീനെ പുറത്തിറക്കാൻ അമ്മയ്ക്ക് എവിടെ എത്ര ധൈര്യം വന്നത്? അവളെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിലോ? അതല്ല, ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോ അടുക്കളയിൽ ഞാൻ പൂട്ടിയ വാതില് അതുപോലെ തന്നെ പൂട്ടിക്കിടക്കുകയാണല്ലോ. പുറത്തോട്ടുള്ള വാതില് തുറന്നും കിടക്കുന്നുണ്ട്, അടുക്കളയിൽ നിന്ന് അകത്തോട്ടുള്ള വാതില് ഞാൻ പൂട്ടിയതുപോലെ പൂട്ടിയും കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഇവൾ അകത്തേക്ക് കയറിയത്? മുന്നിലെ വാതിലും പുറകിലെ വാതിലും എല്ലാം പൂട്ടിക്കിടക്കുന്നു. പിന്നെ എങ്ങനെ ഇവൾ അകത്തേക്ക് കയറിയത്? നീ ആണെങ്കിൽ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? നല്ല അമ്മ. ഞാൻ ചോദിച്ചത് മറുപടി ഒന്നുമില്ല. അമ്മയ്ക്ക് സംശയങ്ങൾ, എനിക്കല്ല. അമ്മ എന്തിനാ അവളെ അന്നേരത്ത് പുറത്തേക്ക് ഇറക്കിയത്? പിന്നെ നീ എന്നെ എന്തെങ്കിലും കാര്യത്തിൽ വീട്ടിൽ സഹായിക്കാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്താ പ്രശ്നം? അതെഴുതി അവളെ രാത്രി ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പുറത്തേക്ക് വിട്ടാക്കാണോ? അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ? അവൾ ചെറിയ കുട്ടിയല്ലേ. 7ാമത്തെ വയസ്സ് അവൾക്ക് വരാൻ പോകുന്നത്. അവൾ ചെറിയ കുട്ടിയൊന്നും അല്ല. അമ്മ അങ്ങനെ പുറത്ത് നിൽക്കോ? ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ പുറകിലെ വാതിലും തുറന്നിട്ട് നിൽക്കോ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേപ്പാ? അവള് ചെറിയ കുട്ടിയൊന്നുമല്ല. അവളെ എല്ലാ പണിയും പഠിപ്പിക്കണം. പെണ്ണുങ്ങളായാലേ എല്ലാ പണിയും പഠിക്കണം. എന്റെ അമ്മേ, അമ്മ ഇത് ഏത് യുഗത്തിലാ ജീവിക്കുന്നേ? ഒരു 6 വയസ്സിലെ കുട്ടീനെ കൊണ്ട് വീട്ടിലെല്ലാം ജോലി ചെയ്യിപ്പിക്കേ. അമ്മേ, ഇതിലൊക്കെ ചൈൽഡ് ലേബറിന് കേസ് എടുക്കൂട്ടോ. അതേടാ, നീ സ്വന്തം തള്ളയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേ. എന്നെക്കാളും 2 അടി പൊക്കം വെച്ചപ്പോ എന്താ നിന്റെ അഹങ്കാരം? ഈ പീറ്റ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നെ നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ നീ പോലീസിനെ പിടിച്ചു കൊടുക്കും നോക്കിയാ? എന്റെ അമ്മേ, അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞതാ. ഇനിയെങ്കിലും ഈ രാത്രിയെങ്കിലും ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് പുറത്താക്കുന്നു നിർത്തേ. കാലം പോയ പോക്ക്. മക്കള് പറയുന്നതിനനുസരിച്ച് മാതാപിതാക്കൾ നിക്കണം അത്രേ. നിന്റെ വാക്കിലൊന്നും ഞാൻ വഴങ്ങില്ലടാ. എനിക്ക് എന്റേതായ നിലപാടുണ്ട്. അയ്യോ, ഈ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞ എന്നെ വേണം തല്ല. നിന്റെ സംശയമൊക്കെ ചോദിച്ചു കഴിഞ്ഞല്ലോ. ഇനി എന്റെ സംശയം, എങ്ങനെ നീ ഇവളെ അകത്ത് കയറ്റി? അതെ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളത്തെ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പൂട്ടിയിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ തുറന്നു നോക്കി, അപ്പൊ അത് പുറത്തേക്കുള്ള ഡോർ തുറന്നിട്ടിരിക്കുന്നത്. അതിലൂടെ പോയി നോക്കിയപ്പോ ഇവളുണ്ടായിരുന്നു അവിടെ അലക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവളെ പിടിച്ചോണ്ട് അകത്ത് കൊണ്ടുവന്നത്. അത് തന്നെ. ഈ അങ്കളെ മുത്തശ്ശിയോട് തല്ലു പിടിച്ച് പ്ലാനിനെ കുറിച്ചൊക്കെ മറന്നു തോന്നുന്നു. ഞാനും തന്നെ ഓർമ്മിപ്പിച്ചേക്കാം. മുത്തശ്ശി, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ ചെറുക്കനെ കാണാതെ പോയ ആടിനെ അവൻ ഇന്ന് രാവിലെ കിട്ടിയത്രേ. അയ്യോ, പ്ലാന്റെ കാര്യം ഞാൻ മറന്നു പോയിരുന്നല്ലോ. അതേമേ, ഞാനും മിനിമോളും കൂടി രാവിലെ തന്നെ നടക്കാൻ പോയേ. അപ്പൊ അവരുണ്ടായിരുന്നു ആ ആടിനെയും കൊണ്ട് നടന്നു പോകുന്നു. ഇപ്പൊ അവൻ ആടിനെയും കൊണ്ട് അവന്റെ വീട്ടിലെത്തിക്കാണും. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മ കാരണമല്ലേ ആ ആടിനെ അവന് മിസ്സായത്. ഇപ്പൊ അവർക്ക് ആ ആടിനെ ബാസ്കറ്റിന്റെ തോട്ടം തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. എപ്പോഴാ നിങ്ങൾ കണ്ടത്? അമ്മേ, ഇപ്പൊ ഞങ്ങളോട് വരുമ്പോ അവൻ ആടിനെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ അങ്ങ് പോകുന്നത് കണ്ട്. അതിനൊരു സാധ്യതയില്ലല്ലോ. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അതെന്താ അമ്മ അതിന് സാധ്യത ഇല്ലാത്തത്? അമ്മയല്ലേ പറഞ്ഞേ ആ ആട് ഭാസ്കരന്റെ തോട്ടത്തിൽ കാണുന്നത്. അപ്പൊ അവൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇല്ല ഇല്ല, അവന് ആടിനെ കിട്ടില്ല. അവന് ആടിനെ കിട്ടില്ല. അയ്യോ, അവന് ആടിനെ കിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അമ്മയുടെ മുത്തശ്ശി, ആടപ്പം മുത്തശ്ശിയുടെ കൈ തന്നെയുണ്ട്. മുത്തശ്ശിയുടെ വെപ്രാളം കണ്ടാൽ അറിയാം. മുത്തശ്ശിയുടെ കൈ തന്നെ ഉണ്ട് ആടുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ പ്ലാൻ വർക്കായില്ലേ? അമ്മയുടെ കയ്യിൽ ആടുണ്ടെന്ന് ഇപ്പൊ കൺഫേം ആയില്ലേ? സംഭവം തന്നെ. അങ്കിളുടെ പ്ലാൻ വിജയിച്ചു. എന്തായാലും മുത്തശ്ശിയുടെ കയ്യിൽ ആട് സേഫ് ആയിട്ടുണ്ടല്ലോ, അത് മതി. അപ്പൊ നമ്മുടെ ടാസ്ക് ഇവിടെ തീരുന്നില്ല. ആ ആടിനെ തിരിച്ച് അവന്റെ കയ്യിൽ എത്തിക്കോളം നമുക്ക് ടാസ്ക് തന്നെയാ. ഇനിയിപ്പൊ നമ്മൾ സത്യം അറിഞ്ഞു കഴിഞ്ഞെന്ന് നിന്റെ മുത്തശ്ശി അറിഞ്ഞാൽ പോലും മുത്തശ്ശി ആടിനെ വിട്ടു തരാൻ പോകുന്നില്ല. വിട്ടു തരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അവന് കൊടുത്തേനെ. അമ്മ വേറെന്തോ പ്ലാൻ കണ്ടിട്ടുണ്ട്. അതെ, അതിനെന്തിനാ പിടിച്ചു വെച്ചേക്കുന്നത് നമുക്കറിയണം. അത് പിന്നെ ചോദിക്കാം. അതിനു മുമ്പായിട്ട് അമ്മ അറിയാതെ ആ ആടിനെ രക്ഷിക്കണം. എന്നിട്ട് നമുക്ക് അവന്റെ കൈ കൊടുക്കണം. നീ ഇവിടെ നിൽക്ക്, ഞാൻ അമ്മ അറിയാതെ ഫോളോ ചെയ്യാം.
യോ എന്റെ അമ്മ സ്പൈഡർമാൻ ആയാ? ശരിക്കും ഞാൻ കണ്ടത് എന്റെ അമ്മ മതിൽ ചാടുന്നത് തന്നെയാണ്. അമ്മയ്ക്ക് എത്ര ആരോഗ്യം ഉണ്ടായിരുന്ന. ഓ വയ്യ എന്നാണല്ലോ അല്ലേ. അതാണല്ലേ. ഇവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ അവൻ ഏത് ആടിനെയും കൊണ്ടാ പോയത്? ഞാൻ വിചാരിച്ചു ഇവനെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന്. എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടന്നെ വന്നേ? ഒന്നുമില്ല, വെറുതെ നിന്നെ കാണാൻ വന്നതാ. ശരി എന്നാ, ഇനിയിപ്പൊ ഏതായാലും അതിലൂടെ പോകണ്ട. ഭാസ്കരേട്ടന്റെ വീട് വരെ പോയിട്ട് തിരിച്ചു വരാം. അതിലൂടെ പോയി ഇനി ആരെങ്കിലും കണ്ട ഇവരെ കണ്ടുപിടിക്കും. ഈ ആളല്ലേ ഇപ്പൊ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പൊ അവൻ പറഞ്ഞത് സത്യമാണോ? ഈ ആടിന് സംസാരിക്കാൻ പറ്റുമോ? അവിടെ നിക്കേ. ആടിന് എങ്ങോട്ട് പോകുന്നേ? കുട്ടൂസേ, നീ എവിടെ? ഒറ്റയാക്കിയിട്ട് നീ എവിടേക്കാ പോയത്? എനിക്കിപ്പൊ മനസ്സിലായി നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. എങ്ങനെ തിരിച്ചു വരുമായിരുന്നല്ലോ. ആണെങ്കിലും എന്റെ അടുത്തോട്ട് തിരിച്ചു വാ കുട്ടൂസേ. നിനക്ക് എന്നെക്കാളും വലിയ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിക്കാണും. അതാ ഇപ്പൊ നീ എന്റെ അടുത്തോട്ട് വരാത്തത്. എനിക്ക് അതാ തോന്നുന്നത്. എന്താണെങ്കിലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ അമ്മച്ചിയുടെ കയ്യിലുണ്ടെന്നാ എന്റെ ഒരു പ്രതീക്ഷ. അവരുടെ കയ്യിൽ നീ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എവിടെ പോയി കണ്ടുപിടിക്കും? മണിക്കുട്ട, എന്തായി? നിന്റെ ആട് മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ശരിക്കും? അതേടാ, ഞങ്ങള് പ്ലാൻ ചെയ്ത പോലെ തന്നെ മുത്തശ്ശിയുടെ മുമ്പിൽ അഭിനയിച്ചു. അപ്പൊ മുത്തശ്ശിയുടെ റിപ്ലൈ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ ആടുണ്ടെന്ന്. അങ്കിള് ആടിനെ കൊണ്ട് വരും. വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. അങ്കിൾ അങ്ങോട്ട് ആടിനെയും കൊണ്ട് വന്നോളൂ. വാ. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? സത്യം പറ. അതേടാ വേണ്ട, ശരിക്കും ഉള്ളതാ. ഞാനും അങ്കിളും കൂടെ നമ്മളിവിടെ പ്ലാൻ ചെയ്ത പോലെ മുത്തശ്ശിയുടെ സംസാരിച്ചപ്പോ മുത്തശ്ശിക്ക് ഭയങ്കര പേടിയും ഭയങ്കര വെപ്രാളവും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ കയ്യിൽ നിന്റെ ആടുണ്ടെന്ന്. അപ്പോ അങ്കിള് മുത്തശ്ശിയെ ഫോളോ ചെയ്ത് പോയിരിക്കുക. മുത്തശ്ശി തീർച്ചയായും നിന്റെ ആടിന്റെ അടുത്തേക്ക് ഇരിക്കും പോയിരിക്കുക. അപ്പൊ അങ്കിള് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആടിനെ നിനക്ക് മേടിച്ചു തരും. പോരെ? ശരിക്കും? അപ്പൊ ഞാൻ കുട്ടൂസിനെ കാണാൻ പോവാണല്ലേ? ഓ, സന്തോഷം കൊണ്ട് നിൽക്കാൻ ഇരിക്കാനും വേണ്ട എന്റെ കാട്ട മിനിയെ.